ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിൽഡ്രൻസ് വേൾഡ് M&Mലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഓരോ മുള്ളുകളാണ് പിന്നീട് മുട്ടായി മാറുന്നത്. ഇങ്ങനെയുള്ള മുട്ട് പിന്നീട് ഇതുപോലെയാവും. ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് നന്നായി വലുപ്പം വയ്ക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിന് ഇതുപോലെ മുള്ളിൻ്റെ അടുത്തായിട്ട് വരകൾ ഉണ്ടാവില്ല. വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിന് മുള്ളിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ വൈറ്റ് കളറുള്ള വര ഉണ്ടാവും. അത് നോക്കിയാൽ നമുക്ക് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണെന്നും വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണെന്നും മനസ്സിലാവും. ഇതൊരു വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ്. പിന്നെ ഇത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉണ്ടായിട്ടുള്ള മുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്, മനസ്സിലായില്ലേ? റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഓരോ മുള്ളുകളാണ് മുട്ടായിട്ട് മാറുന്നതും പിന്നീട് കായായിട്ട് മാറുന്നതും. ഈ പൂവ് വൈകുന്നേരം ആകുമ്പോഴേക്കും വിരിയാനാകും. അതാണ് കാണുന്നത്. മുട്ട ജസ്റ്റ് ഒന്ന് തുറന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടും ഒരു റെഡ് ഡ്രാഗൺ ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതാണ്. ഇത് പിറ്റേ ദിവസത്തെ വ്യൂ ആണ്. നമ്മുടെ പൂവ് അങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. രാത്രിയിലാണ് പൂവ് വിരിയുക. രാത്രി കാണാൻ നല്ല രസമാണ്. രാത്രി നമ്മൾ ഇതിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. മഴ ആയതുകൊണ്ട് എന്തായാലും പോളിനേഷൻ ചെയ്യണം. രാത്രി നല്ല മഴയായതുകൊണ്ട് പോളിനേഷൻ ചെയ്യുന്ന ഭാഗമൊന്നും ഇതിലില്ല. പിറ്റേ ദിവസമായാൽ ഈ പൂവ് ഇതുപോലെ വാടി നിൽക്കും. പോളിനേഷൻ ചെയ്യുന്നത് കായ ഉണ്ടാകാൻ നമ്മളെ സഹായിക്കും. പൂമ്പാറ്റകളൊക്കെ വന്നിട്ടുണ്ട്, മഴ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിൽ പോളിനേഷൻ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പോളിനേഷൻ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഈ പൂവ് പിറ്റേ ദിവസം മുതൽ വാടാൻ തുടങ്ങും. അപ്പോൾ ഇത് പിറ്റേ ദിവസം വാടിയതാണ് നമ്മൾ കാണുന്നത്. വാടിയതിന് ശേഷം ഈ പൂവ് നന്നായിട്ട് ഉണങ്ങും. ഞാൻ നേരത്തെ കാണിച്ച മുട്ട് വലുതായതാണ് ഇത്. ഈ പൂവ് വാടിയതിനു ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത്. ഇത് നന്നായിട്ട് ഉണങ്ങും. ഇനി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിത്ത് നട്ടാൽ 3 വർഷം കൊണ്ടും സ്റ്റെമ്മ് നട്ടാൽ 1.5 വർഷം കൊണ്ടും കായ്ക്കുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ വീട്ടിൽ മുമ്പുണ്ടായ ഒരു വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാൻ വിത്ത് നട്ട് ഉണ്ടാക്കിയതാണ്. കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി മധുരം ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവിൽ നടത്തുന്ന പോളിനേഷനും റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.